ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും ഇതൊരു മൂവി അപ്ഡേറ്റ്. സോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പൃഥ്വിരാജ് സുകുമാർ എന്ന് പറയുന്ന നടൻ്റെ ഇനി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവിയിലേക്ക് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഷൂട്ടിംഗ് നിലവിൽ നടക്കുന്ന സലാർ എന്ന് പറയുമ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എമ്പുരാൻ, കാളിയൻ, അതുപോലെ തന്നെ വലിയത്ത് ബുദ്ധ തുടങ്ങിയ മൂവിയൊക്കെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റിലീസ് ചെയ്യാൻ വേണ്ടി മൂവി നോക്കിക്കഴിഞ്ഞാൽ സലാർ 2 എന്ന് പറഞ്ഞ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ വലിയത്ത് ബുദ്ധ, ഗുരുവായൂർ അമ്പലനടയിൽ തുടങ്ങിയ മൂവികളൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനിടയ്ക്ക് അദ്ദേഹം ഇന്ത്യൻ ചിത്രത്തിൽ കമ്മിറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പക്ഷേ 2024 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരു പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ കരിയോഗ്രാഫ് ഉയർത്താൻ പോകുന്ന ചിത്രങ്ങളൊക്കെ റിലീസ് ചെയ്യുന്ന വർഷം തന്നെയാണ്. ഏറ്റവും വലിയ പത്ത് എല്ലാവരും ഉറ്റുനോക്കിൽ കാത്തിരുന്ന ആടുജീവിതം പറഞ്ഞ മൂവിയാണ്. ആടുജീവിതം 2024 ഏപ്രിൽ റിലീസായിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്, വിഷു റിലീസൊക്കെ ആയിട്ട്. എന്തായാലും ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകൻ്റെ വേറിട്ടമായിട്ടുള്ള ഡയറക്ഷനിലൂടെയും ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാർ എന്ന് പറയുന്ന നടൻ്റെ ഒരു എഫർട്ട് തന്നെ ആടുജീവിതത്തിൽ കാണാൻ സാധിക്കും. എ ഗോഡ് ലൈഫ് എന്നാണ് മൂവിയെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആടുജീവിതം ഒരു നടന്നിട്ടുള്ള കഥ തന്നെയാണ്. നമ്മൾ വായിച്ചുള്ള ബെന്യാമിൻ്റെ ഒരു കഥ തന്നെയാണ് ആടുജീവിതം. ഒരു മരുഭൂമിയിൽ അകപ്പെട്ട് പോയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥ. എന്തായാലും നമുക്ക് ആടുജീവിതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആടുജീവിതം തന്നെയായിരിക്കും ഏപ്രിൽ റിലീസായിട്ട് ആദ്യം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബാക്കിയുള്ള ചിത്രങ്ങൾക്ക് ശേഷമായിരിക്കും സമ്മാനിക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്ഡേറ്റ് കിട്ടിയുള്ളത്. എന്തായാലും വലിയത്ത് ബുദ്ധ ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. നല്ല നല്ല ചിത്രങ്ങളൊക്കെ പൃഥ്വിരാജ് സുകുമാർ എന്ന് പറയുന്ന നടനിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന എമ്പുരാൻ എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആരുടെ വ്യത്യസ്തമായ പ്രസൻറ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എമ്പുരാനിലെ ലൊക്കേഷൻ ഏകദേശം 50% ഷൂട്ടിംഗ് കഴിഞ്ഞെന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്കതെല്ലാം കാത്തിരിക്കാൻ എമ്പുരാന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇത്രയേറെ മൂവികളാണ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാർ റിലീസ് ചെയ്യുന്ന മൂവികളായിട്ട് നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. ഏത് മൂവിക്ക് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതുവരെയും ബൈ ഫ്രണ്ട്സ്.